കൈ പോയിന്ന് എനിക്ക് മനസ്സിലായുള്ളൂ. പക്ഷെ എനിക്ക് ബാക്കിയൊക്കെ സംഭവിച്ച് ഞാൻ പോകെ മനസ്സിലാക്കിയത്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കകത്തി വന്ന് ഫോണെടുത്ത് അലോന്ന് വെച്ചില്ല. അലോന്ന് പകുതി കേട്ടതേ ഉള്ളൂ. അന്നേരം തന്നെ ഫോണ് കട്ടായി. ആദ്യം മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മൊത്തം കാണണമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ആദ്യം പുള്ളിക്കകത്തേക്ക് വിഷമമായിരുന്നു കാണിക്കാൻ. ഇതാണ് ഷീജ ആനന്ദൻ. ഇസ്രായേലിൽ കെയർ ഗീവറായി ജോലി ചെയ്യുമ്പോഴുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിലെ അഷ്കോണിലുണ്ടായ മിസൈൽ സ്ഫോടനമാണ് കണ്ണൂർ പയ്യാവൂർ സ്വദേശിയായ ഷീജയുടെ ജീവിതം മാറ്റിമറിച്ചത്. മിസൈൽ സ്ഫോടനത്തിൽ ഷീജയുടെ നട്ടെല്ലിനും കൈക്കും തുടയ്ക്കും മാരകമായി പരിക്കേറ്റു. എങ്കിലും ഇസ്രായേൽ നൽകിയ കരുതലും മികച്ച വൈദ്യപരിചരണവും ഷീജയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇന്ന് ഭർത്താവ് ആനന്ദിന്റെ കൈപിടിച്ച് നടക്കുമ്പോൾ ഷീജയ്ക്ക് പ്രതീക്ഷകളേറെയാണ്. ഞാൻ ജോബിന് വേണ്ടി 8.5 വർഷം മുമ്പ് അവിടെ ഇങ്ങനെ കെയർ ഗീവറായിട്ട് ജോബ് അവൈലബിൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു നോക്കാം നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 9 മാസത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ പോയി എല്ലാ സർട്ടിഫിക്കറ്റിലും ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ അവിടെ എത്തി. നല്ല കുഴപ്പമില്ലായിരുന്നു, പോയത് നല്ല ജോലിയൊക്കെ കിട്ടി. വർക്കേഴ്സിനോട് നല്ല സമീപനമാണ്. നമ്മളൊരു വീട്ടിലൊരു അംഗം പോലെയാണ് അവരെല്ലാവരും തന്നെ കരുതുന്നത്. ഇങ്ങനെ നമ്മളെ അങ്ങനെ വേറെ തിരിച്ച് അങ്ങനെ കാണുന്ന ഫാമിലി ഇല്ല, കുറവായിരിക്കും. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പൊതുവേ ഒരു അമ്മച്ചീനെ ഒരു അപ്പച്ചനെ നോക്കാൻ നമ്മളൊരു വീട്ടിൽ നിൽക്കും. ഒക്ടോബർ 7 ശനിയാഴ്ച രാവിലെ 6:30 മിസൈൽ വീണത്. ഞാൻ പൊതുവെ 9:30 എനിക്ക് എഴുന്നേക്കുണ്ട് ഡ്യൂട്ടി തുടങ്ങുന്നത്. പക്ഷെ അന്ന് 6:30 മിസൈൽ വീണതുകൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റു. ഒരു 9 മണി വരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് 9 മണി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വേഗം അമ്മച്ചീനെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കുളിപ്പി അങ്ങനെ അവരുടെ പരിപാടിയിലും ഉണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോൺ ഞാൻ കൊണ്ടൊരു സെൻട്രൽ ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സൈലൻ്റ് ആക്കി ഇട്ടേക്കുമായിരുന്നു, ആരും വിളിക്കണ്ടെന്ന് ഓർത്തിട്ട്. അന്നേരമാണ് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചത്. അതിന് മുമ്പ് രാവിലെ 2 പ്രാവശ്യം വിളിച്ചു. അന്നേരം എൻ്റെ എംപ്ലോയറുടെ മകൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പുള്ളി എത്രയും നേരം ബങ്കറിനകത്ത് കയറി ഇരിക്കുമായിരുന്നു. ആ നിമിഷം അയാൾ പുറത്തിറങ്ങി വന്നു, ആ സോഫ ഇരിക്കുക. അപ്പം പോയി എൻ്റെ ഫോൺ നോക്കി, സൈലൻ്റ് ആയതുകൊണ്ട് ഞാൻ കേട്ടില്ല. അപ്പം അയാൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ നീ വിളിച്ച് പറയും ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഞങ്ങൾ സേഫാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറയുമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാളിലോട്ട് ഞാൻ അമ്മച്ചീൻ്റെ റൂമിൽ നിൽക്കുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാളിലോട്ട് വന്നേ. ഞാൻ അവിടെ നിന്നോണ്ട് എൻ്റെ ഫോണെടുത്ത് ഹലോ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല അത്രേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേനും എൻ്റെ കയ്യിൽ വന്ന് അടിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ ഓർത്ത് ഇതെന്താ വീണത്, സൗണ്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. 1 മിനിറ്റ് അങ്ങനെ ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞാൽ ഞാൻ താഴെ വീണത്. അതാ പിന്നെ ഞാൻ എൻ്റെ കൈ നോക്കുമ്പോൾ കൈ മൊത്തം പോയിട്ടുണ്ട്. കൈ ഇങ്ങനെ ഈ മുട്ടിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ തൂങ്ങുക, തൊലി മാത്രം. അപ്പം ഞാൻ എൻ്റെ ഇപ്പുറത്തെ കൈ കൊണ്ട് എൻ്റെ കൈ എടുത്ത് ഇങ്ങനെ പിടിച്ച് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി കൈ മൊത്തം പോയിന്ന് എനിക്ക് മനസ്സിലായുള്ളൂ. പക്ഷേ എനിക്ക് ബാക്കിയൊക്കെ സംഭവിച്ച് ഞാൻ പോകെ മനസ്സിലാക്കിയത്. എനിക്ക് പുറത്ത് ഇങ്ങനെ ബുള്ളറ്റ് കയറിയിട്ടുണ്ടെന്നോ വയറിനുണ്ടെന്നോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർത്ത് ഓൺലി എൻ്റെ കൈക്ക് മാത്രം എന്തോ വന്ന് അടിച്ചു, ഒരു കൈ പോയി എന്നുള്ളതായിരുന്നു എൻ്റെ രീതി. അത് കഴിഞ്ഞ് ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞു ആംബുലൻസ് വരാം. അന്ന് ഭയങ്കര തിരക്കായിരുന്നു എന്ന് തോന്നുന്നു, എല്ലാം ഭയങ്കര പ്രോബ്ലം അല്ലായിരുന്നോ. അതുകൊണ്ട് ആ 25 മിനിറ്റും ഞാൻ കോൺഷ്യസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞാനൊരു 10 മിനിറ്റ് മുമ്പ് പോയിട്ട് ഡോറ് തുറന്നിട്ടായിരുന്നു. എന്തിനാണ് ഞാൻ തുറന്നിട്ടേന്നറിയില്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ പെട്ടെന്ന് ഓടി വന്നു. അപ്പം അവർ വന്നിട്ട് നീ കുഴപ്പമില്ല, സ്ട്രോങ് ആംബുലൻസ് വരുന്നൊക്കെ പറഞ്ഞാൽ അവർ വെള്ളം തരുമോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് 25 മിനിറ്റ് കഴിഞ്ഞ് ആംബുലൻസ് വന്നു. ആദ്യം അമ്മച്ചീൻ്റെ മകനെ എടുത്തുകൊണ്ട് സ്ട്രെച്ചർ കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് എന്നെയും കൊണ്ടുപോയി. അത്രയും ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച വൈകുന്നേരം 5 മണിയായപ്പോഴാണ് തോന്നുന്നു ഞാൻ കണ്ണു തുറന്നത്. അത്രയും ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഒന്നും പറ്റിയില്ല. അമ്മച്ചി ബെഡ്റൂമിലായിരുന്നു. അത് അമ്മച്ചി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹാളിൽ വന്നിരിക്കുന്ന അമ്മച്ചിയാണ്. അതിൻ്റെ തലേ ദിവസം അങ്ങനെ അമ്മച്ചി കാലിന് വേദന ഉണ്ടായിട്ട് ഞാനിവിടെ പണിക്ക് പോയിട്ട് ആദ്യമായിട്ട് അമ്മച്ചീൻ്റെ മക്കൾ പറഞ്ഞു അമ്മച്ചീനെ റൂമിൽ തന്നെ കിടത്തി ഹാളിലോട്ട് എടുക്കണ്ടെന്ന്. അമ്മച്ചിക്ക് ലക്കുണ്ട്, അതുകൊണ്ട് ആദ്യമായിട്ടാണ് അമ്മച്ചീനെ ഹാളിൽ കിടന്ന് എടുക്കാതെ അവിടെ കിടത്തിയോണ്ട് അമ്മച്ചിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. നന്നായിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഹാളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മകനും കാലിനെന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെത്തി നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമായിരുന്നു. പിന്നെ ആദ്യം 2 ദിവസം പേഴ്സലായ ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് അവർ തന്നെ അസഫറൂഫ് എന്ന് പറഞ്ഞ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെയായിരുന്നു ഞാൻ 5.5 മാസം കിടന്നത്. ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണേലും അവിടെ
നേഴ്സുമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. എനിക്കിങ്ങനെ പറ്റി നമ്മളൊരു ഫോറിനേഴ്സ് ആയതുകൊണ്ട് എന്നെ പ്രത്യേക കെയറിങ് ആണോ എന്ന് എനിക്കറിയില്ല, അതുപോലെ എന്നെ നോക്കി. എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്കിങ്ങനെ പറ്റിയതായിരിക്കും, നന്നായിട്ട് നോക്കി. 4.5 മാസം കൊണ്ട് ഒരു 10-15 സർജറി തരുതരെ ചെയ്തു. പിന്നെ എല്ലാം കുഴപ്പമില്ലാതെ നടന്നു. ഡോക്ടേഴ്സും എല്ലാവരും നല്ല രീതിയായിരുന്നു. ഒരു 2-3 ആഴ്ച കൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. എല്ലാം ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തു. റൂമാണേലും ഹോട്ടൽ റൂമിൽ നിർത്തിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് മണിയാണേലും ഫുഡിനുള്ള മണിയാണേലും എല്ലാവരും പേയ്മെൻറ്റ് ചെയ്ത് അങ്ങനെ അവരവിടെ നിർത്തിച്ച്. അന്നത്തെ ദിവസം ഞാൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണി സ്ഥലത്തു നിന്ന് ഇപ്പോൾ ഞാൻ രാവിലെ വിളിച്ചപ്പം ഇങ്ങനെ അവിടെ മിസൈലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നീ സേഫ്റ്റി ആണെന്ന് ചോദിച്ചു. അത് സേഫാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നോക്കണം, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഇരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ എനിക്കൊരു സമാധാനമില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കകത്തി വന്ന് ഫോണെടുത്ത് അലോന്ന് വെച്ചില്ല. അലോന്ന് പകുതി കേട്ടതേ ഉള്ളൂ. അന്നേരം തന്നെ ഫോണ് കട്ടായപ്പോഴത്തേനും പിന്നെ ഫോണ് ഞാൻ 2-3 വട്ടം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒരു മറുപടിയും ഇല്ല. ലാസ്റ്റ് പിന്നെ ഞാൻ കുറേ നേരം നോക്കി നിന്നു. ഒരു 6 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിളിച്ചു നോക്കി, ഒരു റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ ഇവളുടെ ഫ്രണ്ട്സിൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഒന്ന് വിളിക്കാൻ വേണ്ടി എനിക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വിളിച്ചപ്പം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല, ഞങ്ങൾ വിളിച്ച് നോക്കിയിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തായാലും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പം എന്നെ തിരിച്ച് വിളിച്ചപ്പം പറഞ്ഞു, അവിടെ പുള്ളിക്കകത്തേക്ക് പ്രശ്നമൊന്നുമില്ല, പുള്ളിക്കകത്ത് ഇത് കണ്ട് പേടിച്ചിട്ട് വീണതാണ്. അത് പേടിച്ചിട്ട് വീണപ്പം എന്തോ ചെറിയ കൈക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്, അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയൊരു സമാധാനമായിട്ട് ഇരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചു, കൂട്ടുകാരത്തിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊന്ന് സംസാരിക്കണം, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു പിന്നെ എന്നെ തിരിച്ച് വിളിച്ചു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, അവിടെ പോയിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു, അവിടെ നിന്ന് എന്നെ വിളിച്ചു, എന്നെ കാണിച്ചു തന്നു. അന്നേരമാണ് ഞാൻ കാണുന്നത്. അപ്പം ആദ്യം മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് മൊത്തം കാണണമെന്ന് പറഞ്ഞപ്പം ആദ്യം പുള്ളിക്കാരത്തേക്ക് വിഷമമായിരുന്നു കാണിക്കാൻ. പിന്നെ പുള്ളിക്കാരത്തി കാണിച്ചപ്പം തന്നെ എന്താ പറയുക, എനിക്ക് മൊത്തത്തിൽ എൻ്റെ ബോധം പോയെന്ന് പറയാമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്കായിപ്പോയി, എൻ്റെ മൈൻഡ് മൊത്തം ഇതായിപ്പോയി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റിയെടുത്തു. എന്താ പറയുക, ഞാൻ അന്നേരം തന്നെ പെട്ടെന്ന് പോയി ഞാനവിടെ പണി സ്ഥലത്ത് അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. പള്ളി അവിടെ പോയിരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ അതിൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലേക്ക് വരികയും ചെയ്തത്. ഇസ്രായേലിലെ ഗവൺമെൻറ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ എനിക്ക് വേണ്ടി ഇവിടുത്തെ ബാംഗ്ലൂർ എംബസി ആയിട്ട് ആദ്യം ഡൽഹിയിൽ നിന്നാണ് വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു. അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഞാനല്ല അങ്ങോട്ട് വിളിച്ചത്. അവരെന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇത് റെഡിയാക്കി തന്നു. അപ്പോൾ റെഡിയാക്കി തന്നിട്ട് അവർ ചോദിച്ചു, ഡൽഹി അവിടെ നിന്നാണ് പോകേണ്ടത്, ഏതാ അടുത്തെന്ന് പറഞ്ഞു. അത് ബാംഗ്ലൂരിൽ നിന്നാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അടുത്ത് ഇവിടെ ബാംഗ്ലൂരാന്ന് പറഞ്ഞു. അപ്പോൾ ആ ബാംഗ്ലൂർ എംബസിയായിട്ട് ടച്ചപ്പായി. അവരുടെ ഫോൺ നമ്പറൊക്കെ തന്ന്, വാട്സപ്പ് നമ്പറൊക്കെ തന്ന് അവരായിട്ട് കോൺടാക്റ്റ് ആയി. പിന്നെ അവർ എനിക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്നാണ് ഞാൻ പോകുന്നത്. ടിക്കറ്റ് എടുത്ത് തന്ന്, വിസയും അടിച്ച് തന്ന്, 1 മാസത്തെ വിസയും തന്ന്, ടിക്കറ്റും തന്ന് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്ത്. അവിടെ ചെന്നപാട് അവിടെ അവരുടെ സപ്പോർട്ട് നല്ലതായിരുന്നു. എനിക്ക് വേണ്ടി അവിടെ ഹോട്ടൽ റൂം ബുക്കാക്കി തന്നു. അവിടെ ഫുഡ് നല്ല ഫുഡ് തന്നെ തന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി തന്നു. നല്ല കെയറിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്നെ അതുപോലെ അവർ നല്ലപോലെ കെയർ ചെയ്തു. പിന്നെ എനിക്ക് ഒരു ഹോട്ടൽ റൂം ഉണ്ടെങ്കിലും ഇവിടെ ആ ഹോസ്പിറ്റലിൽ 9 മണി വരെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ നൈറ്റ്. അപ്പോൾ 9 മണി കഴിഞ്ഞാൽ എല്ലാവരും പുറത്ത് പോകണം. എനിക്ക് നല്ല മൊത്തം എല്ലാവരും തന്നെ പുറത്ത് പോകണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇത്രയും ഒരു ഇതായതുകൊണ്ട് ഞാൻ ഇല്ലാണ്ട് ഇവർക്ക് പറ്റില്ല. അതായത് ഒരാളുടെ കൂട്ട് വേണം, സഹായം വേണം എപ്പോഴും ഇവർക്ക്. ആ സഹായം അവിടെ നേഴ്സുമാരുണ്ട്, എന്നാലും ഇവിടെ മൈൻഡൊന്നും ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്തുണ്ടാകണമായിരുന്നു. അതുകൊണ്ട് ഡോക്ടർമാർ അതറിഞ്ഞ്
ഡോക്ടർമാർ എനിക്ക് വേണ്ട സഹായം ചെയ്തെന്ന് ഇവളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ് എനിക്ക് ഇട്ട് തന്നു. ആ റൂമിൽ 3 പേര് കിടക്കേണ്ട ബെഡാണ്. അതിൻ്റെ അകത്ത് ഞങ്ങൾ 2 പേരെ മാത്രം ആ റൂമിലാക്കി. പക്ഷേ അത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ ആളെ കൊണ്ടുവന്ന് ആക്കുന്നല്ലാണ്ട് അല്ലാണ്ട് അവിടെ വേറെ ആളെ കൊണ്ടുവന്ന് വിടുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഒരു വീട് പോലെ ആ റൂമിൻ്റെ അകത്ത് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അത്രയ്ക്കും നല്ല കെയറിങ് ആയിരുന്നു. പത്ത് മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് ഒരു മാസം ഒരാഴ്ച തോന്നുന്നു അവരെനിക്ക് ടെലവീവിൽ അപ്പാർട്ട്മെൻറ്റ് എടുത്തു തന്നു. അത് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് നമുക്കിഷ്ടമുള്ള അപ്പാർട്ട്മെൻറ്റ് എടുത്തോളാൻ പറഞ്ഞു. അവർ പേയ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ആ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്നെ ആ റോത്ത് ഞാൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കിടന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അവളെനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്ത് അവളെനിക്ക് മൊത്തം സാധനങ്ങൾ നമുക്ക് അടുക്കള യൂസ് ചെയ്യേണ്ടേ എല്ലാം മേടിച്ച് തന്ന് ഞങ്ങളെ അവിടെ നിർത്തിച്ചു. ഗവൺമെൻറ് ഭാഗത്ത് നല്ല സപ്പോർട്ടുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ലൈഫ് ലോങ് വേണമെങ്കിൽ അവിടെ നിൽക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഒരു മാസം നിന്നപ്പോഴത്തേക്കും നമുക്ക് പണിയൊന്നും എടുക്കാൻ പറ്റാതിരിക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും വീട്ടിലോട്ട് വരണം തോന്നുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് നിൻ്റെ ചോയ്സാൽ നിനക്ക് ഇവിടെ നിൽക്കണേ എത്ര കാലം വേണം നിൽക്കാം, നിനക്ക് ഇവിടെ താല്പര്യമില്ലേ വീട്ടിൽ പോകാം, അത് നിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നു. ഞാൻ സ്പൈനൽ ഇഞ്ചറി പറ്റി ആദ്യമൊന്നും എനിക്ക് കാലൊന്നും അങ്ങനെ അനക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഡോക്ടേഴ്സ് വരുമ്പോൾ എപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിക്കും, എനിക്ക് എഴുന്നേക്കാൻ പറ്റുമോ നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഡോക്ടേഴ്സ് പറയും സ്പൈനൽ ഇഞ്ചറി പറ്റിയില്ല, നമുക്ക് നോക്കാം, ഒന്നും പറയാൻ പറ്റില്ല, പറ്റുന്നൊന്നും ഡോക്ടേഴ്സ് പൊതുവെ അങ്ങനെ പറയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ 4 ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ വരാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ. എനിക്ക് പറ്റില്ല എങ്കിലും അവരെന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കും. അവർ പറയും ഇപ്പം നടന്നില്ലേ നീ നടക്കില്ലെന്ന് പറഞ്ഞ് അവർ അന്നേരം അതുപോലെ എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിച്ച് ഇത്രയും ആയത് ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ വേറെ എവിടെയാണെങ്കിലും നമ്മൾ സ്പൈനൽ ഇഞ്ചറി പറ്റി ഇത്രയെങ്കിലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെയാണ്. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. അന്നേരം ഒരു മക്കളൊക്കെ പഠിച്ച് കുറച്ചും കൂടി വലുതായപ്പോൾ നമുക്ക് വേറെ വഴിയില്ലെന്ന് കണ്ടപ്പം ഇസ്രായേൽ പോയി. അതെ പിന്നെ എനിക്ക് അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. എൻ്റെ മക്കളെ കടമൊന്നുമില്ലാതെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. ചെറുതാണേലും ഞങ്ങൾക്ക് ഒരു വീട് വെക്കാൻ പറ്റി. കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓടിക്കാൻ പറ്റിയായിരുന്നു അവിടെ ചെന്നതുകൊണ്ട്. ഇപ്പോഴും എനിക്ക് എന്ത് വേണേലും എനിക്ക് വിളിക്കാം, പറയാം, അവരന്നേരം റിപ്ലൈ തരും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും ഞാനൊരു മെസ്സേജ് ഇട്ട് അന്നേരം അവർ കാണുമ്പോഴേ അവരതിൻ്റെ റിപ്ലൈ എല്ലാം തരുന്നുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞേക്കുന്നത് നിനക്ക് എന്തെങ്കിലും പഠിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പഠിക്കാം, അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഞാനിങ്ങനെ എന്തെങ്കിലും ഡൗൺ ആയി ഒക്കെ ഇരിക്കും. എന്നോട് ഡോക്ടേഴ്സ് ആണേലും ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ആണേലും ഈ ഗവൺമെൻറ്റിൽ ഈ ഓഫീസറെയൊക്കെ ഞാൻ ചിലപ്പോൾ വിളിച്ച് പറയും എനിക്കിങ്ങനെ വിഷമമാണ്. അന്നേരം അവരോട് നീ എന്തിനാ വിഷമിക്കുന്ന, നാട്ടിൽ പോകാൻ, നീ ഇപ്പോൾ ഹീറോ ആയത്, ഇത്രയും വലിയൊരു ഇതിനകത്ത് നീ രക്ഷപ്പെട്ട് വന്നതല്ലേ, അങ്ങനെ ചിന്തിക്കുന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് എനിക്ക് മോട്ടിവേഷൻ തരും. അതായത് അവരൊക്കെ തന്നെ ഞാൻ ഇപ്പോഴും വിളിക്കും. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ ഇവളിപ്പം ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഡോക്ടർമാരുടെ അത്രയും അവർ അതുപോലെ കെയർ ചെയ്തുകൊണ്ടാണ്. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും തന്നെ മലയാളികളും കുറേ സഹായിച്ചു. അവരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇസ്രായേലികളുടെ പ്രാർത്ഥന വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാണാൻ വരുന്ന കുറേ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുമായിരുന്നു. അവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവർക്ക് അവരെ പരമാവധി ചെയ്യാൻ പറ്റുന്നത്ര അവർ ഇവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്.